KMAT coaching. Today we are dealing with articles. നമ്മൾ ഇന്ന് വെർബൽ എബിലിറ്റി പോർഷനിൽ ആർട്ടിക്കിൾസ് എന്ന കോൺസെപ്റ്റിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ആർട്ടിക്കിൾസ് നിങ്ങളെല്ലാവരും കേട്ടിട്ടുള്ളൊരു സംഭവമാണ് ആർട്ടിക്കിൾസ്. ഓക്കെ, എ ആൻഡ് ദ, ഇവർ മൂന്ന് പേരുമാണ് ആർട്ടിക്കിൾസിനകത്ത് വരുന്നത്. എ ആൻഡ് ദ. ഓക്കെ, എക്സാംസിന് ഒരു ക്വസ്റ്റ്യൻ ചിലപ്പം ചോദിക്കാൻ ചാൻസ് ഉള്ള രീതിയാണ് ആൻഡ് സിംപ്ലി നമുക്ക് വേഗം മാർക്ക് അക്വയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയുമാണ് ആർട്ടിക്കിൾസ്. ഓക്കെ, ഇറ്റ് ഈസ് വെരി ഈസി ടു ലേൺ. പക്ഷേ ആർട്ടിക്കിൾസ് പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ആർട്ടിക്കിൾസ് ഉള്ള സെൻറ്റൻസ് പഠിക്കുന്ന പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ആർട്ടിക്കിൾസ് ഇല്ലാണ്ട് വരുന്ന സെൻറ്റൻസ് പഠിക്കുന്നത്. അതായത് നോ ആർട്ടിക്കിൾ കേസസ്, അതാണ് പൊതുവെ നമ്മുടെ KMATലൊക്കെ ചോദിക്കാറ്. നോ ആർട്ടിക്കിൾസിൻ്റെ ഉപയോഗം ഇല്ലാത്ത ഏരിയാസ് ഏതാണെന്ന്. സോ നമുക്ക് ആർട്ടിക്കിൾസ് വരുന്ന സെൻറ്റൻസ് ഏതൊക്കെയാണെന്ന് പഠിക്കണം, നോ ആർട്ടിക്കിൾസ് വരുന്ന സെൻറ്റൻസ് ഏതൊക്കെയാണെന്ന് പഠിക്കണം. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ഓക്കെ, സോ ആർട്ടിക്കിൾസ് ടു ടൈപ്സ് ഉണ്ട്, ഡെഫിനിറ്റ് ആർട്ടിക്കിൾസ് ആൻഡ് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസ്. ഡെഫിനിറ്റ് ആർട്ടിക്കിൾസ് ആൻഡ് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസ്. ആ ഡെഫിനിറ്റ് എന്നൊരു വാക്കിൽ തന്നെയുണ്ട്, ഡെഫിനിറ്റ്. ഇറ്റ് പർട്ടിക്കുലർലി ഹൈലൈറ്റ് എ നൗൺ. ഓക്കെ, ഒരു നൗണിനെ പർട്ടിക്കുലറായിട്ട് ഇന്ന കാര്യമാണെന്ന് എടുത്ത് അല്ലെങ്കിൽ സ്ട്രെസ് ചെയ്ത് സ്പെസിഫിക് ആയിട്ട് കാണിക്കാൻ ഉപയോഗിക്കുന്ന ആർട്ടിക്കിളാണ് ദ എന്ന് പറയുന്ന ആർട്ടിക്കിൾ. ഓക്കെ, ഇൻഡെഫിനിറ്റ് എന്ന് പറയുന്നത് എയും ആനും. ഇവർ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു പേഴ്സണെയോ തിങ്ങിനെയോ റെപ്രസെൻറ്റ് ചെയ്യുന്നില്ല. എ ഓർ ആൻഡ് ഡസ് നോട്ട് റെഫർ ടു എ പർട്ടിക്കുലർ പേഴ്സൺ ഓർ തിങ്. ഓക്കെ, അവരൊരു കോമൺ ആയിട്ടുള്ള കാര്യത്തെയാണ് ഹൈലൈറ്റ് ചെയ്യുന്നത്, എയും ആനും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഐ സോ എ ഡോക്ടർ. ഓക്കെ, ഐ സോ എ ഡോക്ടർ. ആ എ ഡോക്ടർ ക്യാൻ എനി ഡോക്ടർ, അവർ ആ ഏത് ഡോക്ടറും ആയിരിക്കാം അല്ലേ, നമ്മൾ സ്പെസിഫിക് ആയിട്ട് പറയുന്നില്ല. ഐ സോ ദ ഡോക്ടർ, ആ ഐ സോ ദ ഡോക്ടർ പറയുമ്പോൾ നമ്മളൊരു തേർഡ് പാർട്ടിയോട് പറയുക, ആ ആൾ പറഞ്ഞ ഡോക്ടറെ നമ്മൾ പോയി കണ്ടു എന്ന് പറയുവാണ്. അതായത് ആ ആൾ നമ്മളോട് പറഞ്ഞു ഇന്ന ഡോക്ടർ കൊള്ളാം, സോ ആ ഡോക്ടറെ പോയി ഒന്ന് കൺസൾട്ട് ചെയ്യുന്ന ഒരാളുടെ ഇൻഫർമേഷൻ കിട്ടി. സോ അയാൾ നമ്മൾ തിരിച്ച് പറയാണ് ഐ സോ ദ ഡോക്ടർ, ഞാൻ ആ ഡോക്ടറെ കണ്ടിരുന്നു കേട്ടോ എന്ന്. സോ അവിടെ ആ ദ ഡോക്ടർ എന്നൊരാൾ ആ പറയുന്ന ആൾക്കും മറ്റേ ആൾക്കും രണ്ട് പേർക്കും ഈക്വലി അറിയാവുന്ന ഒരാളാണ്. ഓക്കെ, സോ അങ്ങനത്തെ കേസിൽ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള കാര്യത്തിനെ എടുത്ത് കാണിക്കാൻ ഉപയോഗിക്കുന്നത് ദായും, ഒരു പർട്ടിക്കുലർ തിങ്ങിനെ ഹൈലൈറ്റ് ചെയ്യാണ്ട് കോമൺ ആയിട്ടൊരു കാര്യത്തെ പറയുന്നതിന് ഉപയോഗിക്കുന്നതാണ് എയും ആനും. സോ അതാണ് ഡെഫിനിറ്റ് ആർട്ടിക്കിളും ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിളും. സോ വേർ ടു യൂസ് എ എപ്പോഴൊക്കെയാണ് ഉപയോഗിക്കാൻ പറ്റുന്നത് നമ്മുടെ ആർട്ടിക്കിൾസിൽ, ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസിൽ എ എവിടെയൊക്കെ ഉപയോഗിക്കാം. സോ ബിഫോർ എ കൺസോണൻറ്റ് സൗണ്ട്. ഓക്കെ, ഐ സ്ട്രെസ്ഫുള്ളി സീ ദാറ്റ് ബിഫോർ എ കൺസോണൻറ്റ് സൗണ്ട്. അതായത് കൺസോണൻസിൻ്റെ ഫ്രണ്ടിൽ മാത്രമല്ല, കൺസോണൻറ്റ് സൗണ്ട് വരുന്നതിൻ്റെ ഫ്രണ്ടിലും നമ്മൾ എ ആണ് ഉപയോഗിക്കുന്നത്. ചിലപ്പോൾ നമ്മൾ നോക്കുമ്പം അതൊരു വവ്വലായിട്ട് തോന്നാം, പക്ഷെ അത് പ്രൊനൗൺസ് ചെയ്യുന്നത് കൺസോണൻറ്റ് സൗണ്ടിലായിരിക്കും. സോ ആ ഒരു സൗണ്ടിൻ്റെ ഇതിലാണ് കാര്യം. സോ അതുകൊണ്ടാണ് എ ഈസ് യൂസ്ഡ് ബിഫോർ a consonant sound, whereas an is used before a vowel sound. ഒരു വവൽ സൗണ്ടിൻ്റെ മേളിലാണ് അല്ലെങ്കിൽ ഫ്രണ്ടിലാണ് നമ്മൾ ഇവിടെ ആൻ ഉപയോഗിക്കുന്നത്. ഓക്കെ, വവൽസ് ഏതൊക്കെയാണെന്ന് അറിയാമല്ലോ, എ ഇ ഐ ഒ യു. ഓക്കെ, ഇതിൻ്റെ ഒരു എക്സെപ്ഷൻ കേസാണ് ഓണർ അല്ലെങ്കിൽ ഓണസ്റ്റി. എച്ച് ആണ് അവിടെ വരുന്നത്, പക്ഷേ എച്ച് നമ്മൾ എച്ചിനെ സൈലൻ്റ് ആക്കിയിട്ട് ഓ എച്ചാണ് അത് പ്രൊനൗൺസ് ചെയ്യുന്നത്. ദ കറക്റ്റ് വേ ടു പ്രൊനൗൺസ് ഓണസ്റ്റി. ഓക്കെ, ഓണസ്റ്റി എന്ന് പ്രൊനൗൺസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഒരു വവൽ സൗണ്ട് വരുന്നത് കൊണ്ട് നമ്മൾ അതിൻ്റെ മുന്നേ ആൻ ചേർക്കും. ഓക്കെ, ആൻ അവർ, ആൻ ഓണർ, മനസ്സിലായോ? സോ അവിടെ വവൽ സൗണ്ടിനും കൺസോണൻറ്റ് സൗണ്ടിനാണ് നമ്മൾ കൂടുതലും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. സോ ഇവിടെയാണ് ഏറ്റവും മെയിനായിട്ട് എയും ആനും വരുന്നത്. ഓക്കെ, ഇതിൻ്റെ കുറേ എക്സെപ്ഷൻ കേസസ് ഉണ്ട്. ഓക്കെ, എക്സെപ്ഷൻ കേസസ് പറയാനാണെങ്കിൽ നമ്മൾ ആൻ, ഓക്കെ, ദിസ് ആൻ ഈസ് പ്ലേസ്ഡ് ബിഫോർ ആൻ അബ്രിവേഷൻ. അബ്രിവേഷൻ എന്ന് പറയാനുള്ള ഷോർട്ടായിട്ട് നമ്മൾ എഴുതുന്ന അബ്രിവേഷൻ. സോ ചില അബ്രിവേഷൻസ് ഫസ്റ്റ് ലെറ്റർ എഫ്, എച്ച്, എൽ, എം, എൻ, ആർ, എസ് ഓർ എക്സ്, ഇത്രയും അബ്രിവേഷൻസിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഇത്രയും ലെറ്റേഴ്സിൻ്റെ സ്റ്റാർട്ട് ചെയ്യുന്ന അബ്രിവേഷൻസിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ ആൻ പ്ലേസ് ചെയ്യാറുണ്ട്. ഏതൊക്കെയാണ്? എഫ്, എച്ച്, എൽ, എം, എൻ, ആർ, എസ് ഓർ എക്സ്. അപ്പോൾ ഇത്രയും ലെറ്റേഴ്സ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന അബ്രിവേഷൻ്റെ ഫ്രണ്ടിൽ നമ്മൾ ആൻ ഉപയോഗിക്കാറുണ്ട്. പക്ഷേ ഇവരൊക്കെ വവൽസ് ആണോ? അല്ല, ഇവരൊക്കെ കൺസോണൻസ് ആണ്. പക്ഷേ സ്റ്റിൽ അവരുടെ അബ്രിവേഷൻസിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ ആൻ ഉപയോഗിക്കാറുണ്ട്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആൻ MBA വാസ് റിക്വയർഡ് ഫോർ ദി പോസ്റ്റ്. ഓക്കെ, ആൻ MBA വാസ് റിക്വയർഡ് ഫോർ ദി പോസ്റ്റ്. അവിടെ MBAക്കാണ് നമ്മൾ ആൻ കൊടുത്തേക്കുന്നത്. അപ്പോൾ എം എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞ ലിസ്റ്റിലുള്ള ആളാണ് എം, പക്ഷെ അതൊരു വവലല്ല. ബട്ട് നമ്മൾ പറയുമ്പോൾ ആൻ MBA വാസ് റിക്വയർഡ് ഫോർ ദി പോസ്റ്റ്, ചില അബ്രിവേഷൻസിൻ്റെ ഫ്രണ്ടിൽ ഇതുപോലെ ആൻ ചേർക്കാറുണ്ട്. ഓക്കെ, പിന്നെ നമ്മുടെ ഈ എയും ആനും ഒക്കെ യൂസ് ചെയ്യുന്നത് വിത്ത് വേർഡ്സ് ലൈക്ക് ഫ്യൂ, എ ലിറ്റിൽ,
അങ്ങനത്തെ കുറച്ച് വേർഡ്സിൻ്റെ കൂടെ നമ്മൾ ഈ എയും ആനൊക്കെ ഉപയോഗിക്കാറുണ്ട്. ലൈക്ക് ഫോർ എക്സാമ്പിൾ വി ഹാവ് എ ലിറ്റിൽ ടൈം ടു സ്പെയർ. അപ്പം നമ്മൾ ആ ലിറ്റിലിനെ സ്ട്രെസ് ചെയ്ത് പറയുക, അതായത് കുറച്ച് സമയം നമ്മുടെ കയ്യിലുള്ളൂ. സോ അങ്ങനത്തെ കേസിൽ നമ്മൾ എന്ത് ചെയ്യും, ഒരു കുറച്ച് ടൈം, ഒരു സർട്ടൺ ടൈമിനെ കാണിക്കാൻ നമ്മൾ ഈ എയും ആനും ഒക്കെ ഉപയോഗിക്കും. അതേപോലെ തന്നെയാണ് നമ്മളൊരു എന്താ പറയേണ്ടത്, ന്യൂമറിക്കൽ സെൻസ് ലൈക്ക് നോട്ട് എ വേർഡ്, ഒരക്ഷരം മിണ്ടിപ്പോകും, നോട്ട് എ വേർഡ്. അപ്പം അങ്ങനത്തെ കാര്യങ്ങളില്ലേ, ഒരു വാക്ക് പോലും. സോ അങ്ങനത്തെ കേസിൽ നമ്മൾ എ സ്ട്രെസ്ഫുള്ളി പറയാറുണ്ട്. ഇതൊക്കെയാണ് എയുടെയും ആനിൻ്റെയും കോമൺ ആയിട്ടുള്ള കേസസ്. നെക്സ്റ്റ് പാർട്ടിയാണ് ദ. നമുക്ക് പൊതുവെ ചോദ്യം വരാൻ ഉള്ള കേസ് ഈ ദയുടെയും പിന്നെ നോ ആർട്ടിക്കിളിൻ്റെയും കേസാട്ടോ. ഞാൻ പറഞ്ഞ പോലെ ദ എന്ന് പറഞ്ഞാൽ ഇറ്റ് പോയിൻ്റ് ഔട്ട് എ പർട്ടിക്കുലർ പേഴ്സൺ ഓർ എ തിങ്, ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള കാര്യത്തെ എടുത്ത് കാണിക്കാനാണ്. സോ നമുക്ക്, ഞാൻ എക്സാമ്പിൾ നേരത്തെ പറഞ്ഞു, എന്താണ്, ഹി വെൻ ടു ഐ സോ ദ ഡോക്ടർ. അപ്പോൾ ഒരു പർട്ടിക്കുലർ ഡോക്ടറെ നമ്മൾ എടുത്ത് കാണിക്കുവാണ്. അതേപോലെ ദ ബുക്ക് യു വോണ്ട് ഈസ് ഔട്ട് ഓഫ് പ്രിൻ്റ്, ദ ബുക്ക് യു വാണ്ട്. അപ്പം ആ ആൾക്ക് വേണ്ട ബുക്ക് ഏതാണെന്ന് നമുക്ക് പറയുന്ന ആൾക്ക് അറിയാം. സോ രണ്ട് പാർട്ടീസിനും ആ ബുക്കിനെ പറ്റി അറിവുണ്ട്. അപ്പോൾ ഒരു കോമൺ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള കാര്യത്തിനാണ് ഇങ്ങനെ എടുത്ത് പറയുന്നത് അല്ലേ. ദ ബുക്ക് യു വാണ്ട് ഈസ് ഔട്ട് ഓഫ് പ്രിൻ്റ്. സോ അങ്ങനെ സ്പെസിഫിക് ആയിട്ട് എടുത്ത് പറയുന്ന കേസിലാണ് ദ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ എവിടെയൊക്കെയാണ് നമ്മുടെ ദ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത് ഇവിടെ നോക്കാം. ഓക്കെ, ഫസ്റ്റ് വൺ നമുക്ക് പറയാം, ദ ഈസ് യൂസ്ഡ് വിത്ത് നെയിംസ് ഓഫ് ഗൾഫ്, then rivers, sea, oceans, then group of islands and mountain ranges. നോക്കണം, മൗണ്ടൻസ് അല്ല, മൗണ്ടൻ റേഞ്ചസ്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ റെപ്രസെൻ്റ് ചെയ്യാനായിട്ട് നമ്മൾ ദ ഉപയോഗിക്കും. ഫോർ എക്സാമ്പിൾ ദ പേർഷ്യൻ ഗൾഫ്, ദ റെഡ് സീ, ദ ഇന്ത്യൻ ഓഷ്യൻ, ദ ബ്രിട്ടീഷ് ഐൽസ്, ദി ആൽപ്സ്. ഇങ്ങനെ നമുക്കൊരു മൗണ്ടൻ റേഞ്ച് അല്ലെങ്കിൽ ഒരു സീ, ഓഷ്യൻ, റിവർ, ഗൾഫ്സ് അതിനെയൊക്കെ ഹൈലൈറ്റ് കാണിക്കാനായിട്ട് നമ്മൾ ദ ഉപയോഗിക്കും. സെക്കൻഡ് കേസിൽ സർട്ടൺ ബുക്സിന്, ചില ബുക്സ് പറയുമ്പോൾ നമ്മൾ ദ ഉപയോഗിക്കും. എന്തൊക്കെയാണ്, ദ വേദാസ്, ഓക്കെ, ദ പുരാണാസ്, ദ രാമായണ, അങ്ങനത്തെ ചില എപ്പിക് ബുക്സ് ഒക്കെ പറയാൻ നേരത്ത് നമ്മൾ ദ ഉപയോഗിക്കും. പക്ഷേ ഓഥറിൻ്റെ പേര് ചേർത്ത് പറയുമ്പോൾ നമ്മൾ ദ പറയില്ല. ഫോർ എക്സാമ്പിൾ വാൽമീകീസ് രാമായണ, ഓക്കെ, വാൽമീകീസ് രാമായണ എന്ന് പറയുമ്പോൾ നമ്മൾ ദ പറയില്ല, ദ വാൽമീകീസ് രാമായണ എന്ന് പറയില്ല. കാരണം അവിടെ ദ പറയുമ്പോൾ നമ്മൾ വാൽമീകിയാണ് പോയിൻ്റ് ഔട്ട് ചെയ്യുന്നത്. സോ അങ്ങനെ പറയരുതും, വാൽമീകി രാമായണ എന്ന് മാത്രമേ പറയൂ. പക്ഷേ ഓഥർ ഇല്ലാത്തൊരു ബുക്കിൻ്റെ പേര് പറയുമ്പോൾ നമുക്ക് ദ യൂസ് ചെയ്യാം. ഓക്കെ, എഗെയിൻ തേർഡ് വൺ, വിത്ത് യൂണീക്ക് ഓഫ് ദെയർ കൈൻഡ്. വിത്ത് യൂണീക്ക് ഓഫ് ദെയർ കൈൻഡ് അതായത് എന്താണെന്നറിയോ, അവരൊരാൾ മാത്രമേ ഉണ്ടാവുള്ളൂ ലോകത്ത്, അല്ലെങ്കിൽ എന്താ പറയേണ്ടത്, ദേ ആർ സോ സ്പെഷ്യൽ. ഫോർ എക്സാമ്പിൾ ദ സൺ, ദ മൂൺ, ദ സ്കൈ, ദ ഓഷ്യൻ. അങ്ങനത്തെ അവരുടെ ആ ഒരു യൂണീക്ക് ഓഫ് കൈൻഡിനെ റെപ്രസെൻ്റ് ചെയ്യാനായിട്ട് നമ്മൾ ദ ഉപയോഗിക്കും. ഇവരുടെയൊക്കെ ഫ്രണ്ടിൽ നമ്മൾ നിർബന്ധമായിട്ടും ദ യൂസ് ചെയ്യണം. ദ സൺ എന്ന് തന്നെ പറയണം, ദ മൂൺ എന്ന് പറയണം, ദ ഓഷ്യൻ. ഓക്കെ, അങ്ങനെ നമ്മൾ അതിൻ്റെ ഫ്രണ്ടിലൊക്കെ ദ ഉപയോഗിക്കാം. എഗെയിൻ നെക്സ്റ്റ്, ബിഫോർ സൂപ്പർലേറ്റീവ്സ്. നിങ്ങൾക്കറിയാൻ പറ്റും സൂപ്പർലേറ്റീവ്സ് എന്തൊക്കെയാണ്. ഇപ്പം ഗുഡ്, ബെറ്റർ, ബെസ്റ്റ്. സോ ആ ബെസ്റ്റാണ് സൂപ്പർലേറ്റീവ്സ്. അപ്പോൾ എല്ലാത്തിനും അങ്ങനത്തെ സൂപ്പർലേറ്റീവ്സ് ഉണ്ട്. അപ്പോൾ ആ സൂപ്പർലേറ്റീവ്സിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ എന്ത് ഉപയോഗിക്കും, ഈ ദ ഉപയോഗിക്കും. ഓക്കെ, ഫോർ എക്സാമ്പിൾ ദ ബെസ്റ്റ് പേഴ്സൺ ഷുഡ് വിൻ. ഓക്കെ, ദ ബെസ്റ്റ് പേഴ്സൺ ഷുഡ് വിൻ. എഗെയിൻ സച്ചിൻ ഈസ് ദ ബെസ്റ്റ് ബാറ്റ്സ്മാൻ ഇൻ ദ വേൾഡ്. സോ അങ്ങനത്തെ കാര്യങ്ങൾ സ്ട്രെസ് ചെയ്ത് പറയുമ്പോൾ സൂപ്പർലേറ്റീവ്സിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ ദ എന്ന വാക്ക് ഉപയോഗിക്കും. ഓക്കെ, പിന്നെ നിർബന്ധമായിട്ടും നമ്മൾ ദ ചേർക്കുന്നത് ഓർഡിനൽസിൻ്റെ ഫ്രണ്ടിൽ. ഓക്കെ, വിത്ത് ഇൻ ഫ്രണ്ട് ഓഫ് ഓർഡിനൽസ്. ഓർഡിനൽസ് മീൻസ് വാട്ട്, നമ്മൾ റാങ്കിങ് കൊടുക്കില്ല. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ. ഫോർ എക്സാമ്പിൾ പറയാം, ഹി വാസ് ദ ഫസ്റ്റ് സ്റ്റുഡൻറ്റ് ടു ഫിനിഷ് ഹിസ് ഹോംവർക്ക്. ഹി വാസ് ദ ഫസ്റ്റ് സ്റ്റുഡൻറ്റ് ടു ഫിനിഷ് ഹിസ് ഹോംവർക്ക്. സോ ആ ഫസ്റ്റ് എന്ന ഓർഡിനലിനെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യും, ദ ഉപയോഗിക്കും. പിന്നെ വെൻ എ പ്രോപ്പർ നൗൺ ഈസ് ക്വാളിഫൈഡ് ബൈ ആൻ അഡ്ജക്റ്റീവ്. അതായത് ഒരു അഡ്ജക്റ്റീവ് എന്ത് ചെയ്തു, ഒരു നൗണിനെ ഇങ്ങനെ ക്വാളിഫൈ ചെയ്യുവാണ്. ഫോർ എക്സാമ്പിൾ ദ ഗ്രേറ്റ് റാണി ഓഫ് ജാൻസി. ഓക്കെ, ദ ഗ്രേറ്റ് റാണി ഓഫ് ജാൻസി. സോ നമ്മൾ ആ ഗ്രേറ്റ് എന്ന് പറഞ്ഞ അഡ്ജക്റ്റീവ് ഉപയോഗിച്ച് റാണി ഓഫ് ജാൻസിയെ നമ്മൾ ക്വാളിഫൈ ചെയ്യുന്നു. സോ അതിൻ്റെ ഫ്രണ്ട് നമ്മൾ ദ ഉപയോഗിക്കും. ഫോർ എക്സാമ്പിൾ, വേറൊരു എക്സാമ്പിൾ പറയാം, ദ ഇമ്മോർട്ടൽ കാളിദാസ്. ഓക്കെ, സോ ആ ഇമ്മോർട്ടൽ എന്ന വാക്ക് നമ്മൾ കാളിദാസ് എന്ന നൗണിനെ ക്വാളിഫൈ ചെയ്യാൻ ഉപയോഗിക്കുന്ന അഡ്ജക്റ്റീവ് ആണ് അല്ലേ. സോ അതിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ എന്ത് ഉപയോഗിക്കും, ഇതേപോലത്തെ ദ യൂസ് ചെയ്യും. ദ റെഡ് ആപ്പിൾ. ഓക്കെ, റെഡ് ആപ്പിൾ, ആ റെഡ് എന്ന് പറയുന്ന അഡ്ജക്റ്റീവ് ആണ്. സോ ദ റെഡ് ആപ്പിൾ. സോ അങ്ങനത്തെ ഹൈലൈറ്റിംഗ് പോർഷൻസിൽ നമ്മൾ ദ ഉപയോഗിക്കും. പിന്നെ വേറെ ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ എക്സ്ട്രാ വരുന്നുണ്ട്, ലൈക്ക് നൗൺസിൻ്റെ ഫ്രണ്ടിൽ, ലൈക്ക് ഇതുപോലെ കോമൺ നൗൺസിൻ്റെ ഫ്രണ്ടിൽ അഡ്ജക്റ്റീവ്സ് വരുമ്പോൾ നമ്മൾ ദ ഉപയോഗിക്കും. ലൈക്ക് ദ പുവർ ആർ ഓൾവേസ് വിത്ത് അസ്. സോ ആ പുവർ എന്ന അഡ്ജക്റ്റീവിനെ ഹൈലൈറ്റ് ചെയ്യാനായിട്ട്. അതേപോലെ പിന്നെ
പിന്നെ അങ്ങനത്തെ ഇതൊക്കെ കുറച്ചധികം കീസ് ഉണ്ട്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിൽക്കുന്ന കുറച്ച് കീസാണ് ഇതൊക്കെ. ഓക്കെ, സോ ഒന്ന് ഓർത്തോണം. ഗൾഫ്, റിവർ, ഓഷ്യൻസ്, മൗണ്ടൻ റേഞ്ചസ്, അതേപോലെ ഗ്രൂപ്പ് ഓഫ് ഐലൻഡ്സ് അതിൻ്റെ ഫ്രണ്ടിൽ ദാ ചേർക്കണം. യൂണീക്ക് ഓഫ് ദ കൈൻഡിൻ്റെ ഫ്രണ്ടിൽ ദാ ചേർക്കണം. എഗെയിൻ പിന്നെ സർട്ടൻ ബുക്സിൻ്റെ ഫ്രണ്ടിൽ ദാ നമ്മൾ നിർബന്ധമായിട്ടും ചേർക്കണം. അതേപോലെ ഒരു അഡ്ജക്റ്റീവ് ഒരു നൗണിനെ ക്വാളിഫൈ ചെയ്യുമ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ ചേർക്കണം. ഓർഡിനൽ റാങ്കിങ് കൊടുക്കുമ്പോൾ ചേർക്കണം. സൂപ്പർലേറ്റീവ്സിൻ്റെ ഫ്രണ്ടിൽ ചേർക്കണം. സോ ഇതൊക്കെയാണ് കോമൺ ആയിട്ട് നമ്മൾ ദാ ചേർക്കുന്ന കുറച്ച് ഏരിയാസ്.